2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ കെ സുരേന്ദ്രൻ BJP അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായി. അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് JP നദ്ദ പറഞ്ഞു രാജിവെക്കേണ്ടെന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് സുരേന്ദ്രൻ രാജിവെക്കുമോ, അടുത്ത ആരാണ്. പക്ഷെ അന്നേ അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അല്ല, 21 പരാജയം BJP ഡീമോറലൈസ് ചെയ്ത പരാജയമാണ്. മുരളീധരൻ രണ്ടായി കൊണ്ടത് മൊത്തം തകർത്തിട്ട് 12% വോട്ടിലേക്ക് എല്ലാം തിരിച്ചു പോയ ഒരു പരാജയമാണ്. ഉള്ള ഒരു സീറ്റും കയ്യിൽ നിന്ന് പോയി. സുരേന്ദ്രൻ 2 സ്ഥലത്ത് പോയി മത്സരിച്ചു. സുരേന്ദ്രൻ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി അതായിരുന്നു. 2 സ്ഥലത്ത് പോയി സുരേന്ദ്രൻ മത്സരിച്ചത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പാർട്ടി പറഞ്ഞാൽ പോലും സുരേന്ദ്രൻ അങ്ങ് തീരുമാനിച്ചു. കാസർഗോഡ് സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് സുരേന്ദ്രൻ തോറ്റുപോയത്. അത് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പലരും വെറുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് സുരേന്ദ്രൻ രാജിവെക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ഭയങ്കര പിന്നോട്ടടിച്ചു. അപ്പം അന്ന് പാർട്ടിക്ക് വേഗം സുരേന്ദ്രൻ പോയാൽ പകരം ആര് വരും എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. കാരണം ഒരാളെ കണ്ടുപിടിക്കാനുള്ള അത്ര എളുപ്പമല്ലല്ലോ. മാത്രമല്ല അവർ അവരുടെ വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. ഇപ്പോൾ പ്രായം മോൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുമെങ്കിൽ പോലും ഒരു യുവ നേതാവാണ് സുരേന്ദ്രൻ. അപ്പം അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ ബലി കൊടുക്കാൻ അവർ തയ്യാറാവില്ല. ഒരു കേഡറിനുണ്ടായിക്കൊണ്ട് അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഇവിടെ BJPക്കാരുടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന, എതിരാളികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന നേതാവാണ്. അതിന് കാരണം സുരേന്ദ്രൻ എപ്പോഴും വിസിബിളാണ്. സുരേന്ദ്രൻ നല്ല വെളുത്തിട്ടാണ്. സുരേന്ദ്രനെ കാണാൻ വലിയ കുഴപ്പമില്ല. അങ്ങനെയല്ല, ഒന്ന് വെളുത്തിട്ടാണ്, 2 കാണാൻ കൊള്ളാം. പിന്നെ സുരേന്ദ്രൻ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയും. സുരേന്ദ്രൻ വളരെ അടുത്ത കാലത്ത് യുവമോർച്ചയിൽ നിന്ന് വന്ന് നേതാവായ ഒരാളാണ്. പല വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സുരേന്ദ്രൻ്റെ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റ് 10-20 വർഷമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരാൾ. ഡിബേറ്റുകൾ ഒരു കാലത്ത് സുരേന്ദ്രൻ ഭയങ്കര തീപ്പൊരിയായിരുന്നു. അപ്പോൾ ഈ വിസിബിലിറ്റി സുരേന്ദ്രൻ്റെ പ്രോബ്ലം. അപ്പോൾ മുരളീധരൻ ഇത്ര വിസിബിൾ അല്ല. മുരളീധരൻ ഈ TV ഡിബേറ്റൊന്നും അദ്ദേഹം പോയിരിക്കുന്നില്ല. മുരളീധരൻ കുറച്ച് മുമ്പെയാണ് അതിന് മുമ്പാണ് യുവമോർച്ചയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മുരളീധരൻ വളരെ അളന്നു നോക്കിയേ സംസാരിക്കുള്ളൂ. മുരളീധരൻ എല്ലാ കാര്യത്തിലൊന്നും കയറി സംസാരിക്കില്ല. മുരളീധരൻ പിന്നെ സുരേന്ദ്രൻ്റെ പ്രശ്നം ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു പ്രശ്നം സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രനെ കുറച്ച് മസിൽ കൂടുതലാണ്. അപ്പം സുരേന്ദ്രൻ മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ രഞ്ജിത്തായാലും ഇപ്പം എനിക്കുണ്ടോയെന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. അതാ നാടിൻ്റെ അനുമേനൻ്റെ കുടുംബ വീടൊക്കെ ആ നാട്ടിലാണ്, വളർന്ന വീടാണെങ്കിലും. അപ്പോൾ ആ നാട്ടുകാരുടെ ഒരു പ്രശ്നം സുരേന്ദ്രനുണ്ട്. എന്നാൽ മുരളീധരൻ നമ്മൾ നോക്കിയാൽ ഇടയ്ക്ക് തമാശയൊക്കെ പറയും. സുരേന്ദ്രൻ തമാശ പറഞ്ഞാലും തമാശ ആവില്ല. അപ്പം ഇതൊക്കെ അധികം തമാശ പറഞ്ഞ് നമ്മൾ കേട്ടു. പക്ഷെ മുരളി ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും. അപ്പം സുരേന്ദ്രൻ ഒരു പക്ഷേ സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി പിന്നെ ഈ BJP വന്നതിനെ ശേഷം അറ്റാക്ക് ചെയ്തത്. മുരളീധരൻ പണ്ടേ BJP പണ്ടേ അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ സുരേന്ദ്രൻ പറ്റിയ അബദ്ധം, സുരേന്ദ്രൻ ചില വലിയ പ്രസ്ഥാനം കോടിയേരി ബാലകൃഷ്ണൻ്റെ മോൻ്റെ കല്യാണത്തിന് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആൾ വന്നു. എൻ്റെ ഈ തെളിവുണ്ട്. അദ്ദേഹം തെളിവ് കൊടുക്കാൻ പറ്റിയില്ല. ആളുകൾ നാളെ സുരേന്ദ്രൻ തെളിവ് കൊടുക്കുമെന്ന് വിചാരിച്ചു. എന്ത് കാരണവശാലും അങ്ങനെ ഒരു പ്രസ്താവന എടുത്ത് തെളിവ് കൊടുക്കാൻ സുരേന്ദ്രൻ ഇമേജ് അങ്ങനെ ഡിമിനിഷിങ് ആയിപ്പോയത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട്. അതേസമയം തന്നെ ഈ പറയുന്ന BJPയുടെ എതിരാളികൾ എസ്പെഷ്യലി ഇസ്ലാമിസ്റ്റുകളാണ്. പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളായിരിക്കും, കോൺഗ്രസ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു നേതാവ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ വിമർശനങ്ങൾ പരിഹാസം ഏറ്റുവാങ്ങിയ സുരേന്ദ്രനാണ്. അപ്പം അങ്ങനെ ഒരാളെ നഷ്ടപ്പെടുത്തണ്ട എന്നായിരിക്കും അവരുടെ പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ അതുകൊണ്ടായിരിക്കും സുരേന്ദ്രൻ അന്ന് രാജിവെക്കാതെ. ആ തീരുമാനം നന്നായി എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളൊക്കെ തന്നെ സുരേന്ദ്രനെ പലതും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിക്ക് നെഗറ്റീവ്, അതുപോലെ രാജീവ്, സുരേഷ് ഗോപിക്കും രാജീവിന് നെഗറ്റീവ് ആവുന്ന ഒരു മൂവ് എവിടെ നിന്നുണ്ടായാലും നമ്മളതിനെ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സുരേഷ് ഗോപി ജയിച്ചു, രാജീവ് ചെറിയ വോട്ടിന് പരാജയപ്പെടുന്നു. മാത്രമല്ല BJPയുടെ വോട്ട് ഷെയർ ഇത് മുമ്പില്ലാത്ത ഇത് ഉയർന്നു. പല BJPക്ക് ഭരിക്കാതെ മലയായിരുന്ന പല മേഖലകളിലും BJPക്ക് കയറാൻ പറ്റും. അപ്പോൾ അന്ന് സെൻട്രൽ ലീഡർഷിപ്പ് എടുത്ത ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സുരേന്ദ്രൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ തന്നെ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ നല്ല മെച്യൂരിറ്റി വന്നൊരു സുരേന്ദ്രനെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അത് വെച്ച് ചിരിക്കുന്നുണ്ട്, അത് സൗമ്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആളുകൾ റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഈ പറയുന്ന വളരെ സോബറായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് അത് സുരേന്ദ്രൻ കാരണം ബോധവുമാണോ അല്ലാതെ വന്നൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് മാറ്റാൻ സുരേന്ദ്രൻ ശ്രമിക്കുന്നു എന്നൊരു ഫീലും ഉണ്ട്. അപ്പോൾ ഇപ്പം സുരേന്ദ്രൻ അനുകൂലമായൊരു സാഹചര്യമാണ് പൊളിറ്റിക്കലി ഉള്ളത്. പക്ഷെ അന്ന് അദ്ദേഹം ഒരുപക്ഷെ രാജി വെച്ചിരുന്നെങ്കിൽ അത് എങ്ങനെ ബാധിക്കുമായിരുന്നു എന്നുള്ളത് രാജിവെച്ച് സുരേന്ദ്രൻ ഒരു ഭയങ്കര തിരിച്ചടിയായി പോകും. കാരണം സുരേന്ദ്രൻ പിന്നെ ലൈൻ ലൈറ്റ് നിൽക്കാൻ പറ്റില്ല. കാരണം അത് നാണം കെട്ടുള്ള ഒരു തിരിച്ചുപോക്കായി പോകും. കാരണം പാർട്ടി പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലേ പോകുന്നത്. ഇപ്പം സുരേന്ദ്രൻ പോയ ഗുണമാണ്.
അപ്പോൾ രോഹിത് ശർമ്മയൊക്കെ അടുത്ത് കളി നിർത്തിയില്ല, അവരൊക്കെ കോഹ്ലിയൊക്കെ വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ. ജയിച്ചതിന് ശേഷം അപ്പോൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ സുരേന്ദ്രൻ പോവുകയാണ് പോകുന്നത്. പിന്നെ 20% വോട്ട് വളരെ പ്രധാന ഒരു ത്രഷോൾഡാണ്. ഈ 20% വോട്ട് കിട്ടാനാണ് ബുദ്ധിമുട്ട്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ BJP പെട്ടെന്ന് വളരും. അതാണ് ഇതുവരെ BJPയുടെ ഒരു രീതി എന്നാണ് സുരേന്ദ്രൻ തന്നെ, അത് ശരിയാണ്. അപ്പോൾ ഇപ്പോൾ 20% വോട്ടിലെത്തി BJP. അപ്പം ശക്തമായൊരു അടിത്തറ ഇപ്പം ഉണ്ട്. പണ്ട് നമ്മൾ മുരളീധരനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഗ്യാദർ ചെയ്ത പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പം അത് സുരേന്ദ്രനാണ്. അപ്പോൾ അന്നത്തെ ആ തീരുമാനം നല്ലതായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് അകത്തുമൊക്കെ ഒരുപാട് എതിരാളികൾ അല്ലെങ്കിൽ ചിലരെയൊക്കെ ഒതുക്കുന്നു എന്നൊക്കെ ഉള്ളത് സുരേന്ദ്രനെതിരെ. അത് സുരേന്ദ്രൻ ഇപ്പം എല്ലാവരെയും പറ്റിയും കേട്ടിട്ടുണ്ട് നമ്മൾ. ആ പാർട്ടി 2 ഗ്രൂപ്പ് ഉണ്ടെന്നും, ഒന്ന് കൃഷ്ണപ്രസാദ് ആണെന്നും മുരളീധരനാണെന്നും. മുരളീധരൻ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം ഒന്നും, കൃഷ്ണപ്രസാദ് അതായത് കൃഷ്ണദാസ് ഗ്രൂപ്പിൻ്റെ ആളാണ് രമേഷും നമ്മുടെ ശോഭാ സുരേന്ദ്രനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇവരങ്ങനെ ഈ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചാൽ അവർക്ക് അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. അവർ പാർട്ടിയുടെ കൂടെയാണ്, RSSകാരാണല്ലോ, അവർക്ക് അങ്ങനെ പ്രത്യേക ഗ്രൂപ്പൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം, ഇവരൊക്കെ ഒരേ സമയം വന്ന ആളുകളാണ്. ഇവർ ജയകൃഷ്ണ മാഷ് ഇവരൊക്കെ ഏതാണ്ട് ഒരേ സമയം വന്ന ആളുകളാണ്, ഫൈറ്റ് ചെയ്ത് വന്ന ആളുകളാണ്. അപ്പം പിന്നെ അധികാര സ്ഥാനത്ത് ഒരാൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൂവ്മൊക്കെ ഉപരിയായിട്ട് കോൺഗ്രസ്സൊക്കെ പോലെ തെരുവിക്ക് തല്ലുണ്ടാക്കുന്ന ഒരു പ്രശ്നം അവരുടെ ഇടയിൽ വന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അത് RSS ഇടപെട്ടാൽ കൂടാതെ തീർക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ രീതിയിൽ കത്താതെ. ഇവരൊക്കെ പരസ്പരം കൊണ്ട് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരുടെ ഒന്നും ആരും ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയൊക്കെ ഞാൻ ചർച്ചയിലുണ്ടായിട്ടുണ്ട്. ഇവരാരും ഒരഭിപ്രായവും സുരേന്ദ്രനെ പറ്റിയോ മുരളിയെ പറ്റിയോ മോശമായിട്ട് പറയാറില്ല. സുരേന്ദ്രനും മുരളി ഇവരെ പറ്റിയും പറയാറില്ല. അപ്പോൾ CPM-ലുണ്ടായ ആശയ സമരം കോൺഗ്രസ്-ഉണ്ടായ ഗ്രൂപ്പ് സമരം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ BJP-യിലുള്ള ഈ ഗ്രൂപ്പ് ഉടമ്പലിയിൽ ഒരു പ്രത്യേകത, അവരെ പുറത്തിട്ട് അലക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവരാരും പരസ്പരം, ശോഭാ സുരേന്ദ്രനാണ് അതിലൊരു ഫ്ലെയിം പോയിന്റ് എന്നൊക്കെ പറയാവുന്ന ഒരാൾ, ഭയങ്കര തീപ്പൊരിയാണ്. ശോഭാ സുരേന്ദ്രൻ പോലും നേതാക്കന്മാരെ പേരെടുത്തൊന്നും ഒരു വിമർശനം നടത്തിയിട്ടില്ല. കുത്തി ചോദിച്ചാലും അവരും അറിയില്ല. അപ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത്, ചില കാര്യങ്ങൾ പത്രക്കാർ കിട്ടാൻ വേണ്ടി ചോദിക്കുമ്പോൾ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പ് ഉണ്ട്, അവരത് അങ്ങനെ പറയുള്ളൂ. പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ ഈ പറയുന്ന ഇവർ ഗ്രൂപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ പൊതുവേദിയിൽ അവരിതുവരെ അലക്കിയിട്ടില്ല. അങ്ങനെ അലക്കിയാൽ അവർക്ക് അതിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്ര ഇൻഡെപ്ത് അല്ല ഈ വിഷയം, അത്ര ഇൻഡെപ്ത് അല്ല ഈ വിഷയം എന്നുള്ളതാണ്. 2021 രാജ്യസന്നദ്ധ അറിയിച്ചത് അദ്ദേഹം ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. അതെന്തെങ്കിലും ഒരു സന്ദേശം നേതാക്കന്മാർക്ക് കൊടുക്കുന്നു? അല്ല, അത് പലപ്പോഴും സുരേന്ദ്രൻ നാണല്ലാതെ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീല് ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും മുന്നണിക്ക് വലിയ പരാജയം വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സീറ്റ് നഷ്ടപ്പെട്ടു പോയാൽ രാജിവെക്കേണ്ടതാണ്. അപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ രാജിയൊക്കെ പിടിച്ചു തൂങ്ങി കിടന്നു ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതങ്ങനെ അല്ല. അപ്പം വിജയിച്ച് നിൽക്കുമ്പോൾ അത് വെളിപ്പെടുത്താം എന്നായിരിക്കും മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും. വിജയിച്ച് നിൽക്കുമ്പോഴാണ് വെളിപ്പെടുത്തേണ്ടത്. അപ്പം അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. എന്താണ് വേറെന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സുരേന്ദ്രൻ ഇവിടെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള എന്തും കിട്ടാം, മനസ്സിലായി. ഇനി സുരേന്ദ്രൻ ലക്ഷ്യം ഇവിടെ നടത്തുന്ന നിയമസഭാ ഇലക്ഷനായിരിക്കും. അത് ചിലപ്പോൾ ഒരു 10 സീറ്റോളം BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സുരേന്ദ്രനായി. അപ്പോൾ സുരേന്ദ്രൻ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. സുരേന്ദ്രൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ടും ഒക്കെ ആയിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതാണ് സുരേന്ദ്രൻ നിയമസഭയിൽ വരുന്ന ആളുകൾക്ക് പേടി. കാരണം സുരേന്ദ്രൻ ഈ പറഞ്ഞ നിയമസഭയിൽ വന്ന വലിയ ഒച്ചവിളി ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. ചെവിളിയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും, അതായത് സുരേന്ദ്രൻ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിന് അവതരിപ്പിക്കുന്ന ഭയങ്കര മിടുക്കനാണ്. അപ്പം MLA സ്ഥാനം കൂടി കിട്ടിയ കുതിരയ്ക്ക് മുമ്പ് വെച്ച പോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഈ സുരേന്ദ്രൻ അഥവാ ഇനിയിപ്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ കാലാവധി തീരാറായിരിക്കുകയാണ് കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനം. അദ്ദേഹം തുടരാനൊരു സാധ്യതയുണ്ടോ? അതോ നമുക്കറിയില്ല ഈ പാർട്ടി ഇവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത്. കാരണം ഡൽഹിയിലുള്ള ഒരു തീരുമാനം പിന്നെ RSSന്റെ ഒരു മനസ്സിലിരിപ്പ് ഇതൊക്കെ അനുസരിച്ചിരിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുരേന്ദ്രൻ മിക്കവാറും തീരുമാനിക്കുക ഇപ്പം പതുക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടായിരിക്കും. നിയമസഭാ ഇലക്ഷന് ഓരോ മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ കുറച്ചു കാലം ഈ പറയുന്ന പോലെ സംഘടനാ ചുമതലയുള്ള ചില കാര്യമല്ല, ഓൾക്കല അടിസ്ഥാനത്തിൽ ഓടി നടക്കണം. അതുകൊണ്ട് സുരേന്ദ്രൻ ഒരു പ്രത്യേക മണ്ഡലം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇപ്പം ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മണ്ഡലം ശ്രദ്ധിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ നിരന്തരം ഒരു ഫേസ് കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു രസമുണ്ട്, അതിന് കുറച്ചൊരു ആക്സെപ്റ്റൻസ് കിട്ടും. അതിനാണ് സാധ്യത എന്ന് തോന്നുന്നു. സുരേന്ദ്രൻ ഒന്നെങ്കിൽ കോന്നി, അതല്ലെങ്കിൽ മിക്കവാറും കാസർഗോഡാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരം. കാരണം സുരേന്ദ്രൻ കന്നഡ ഭാഷയൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ അവിടെ ചെറിയ വോട്ടിനാണ് തോറ്റത്.
അപ്പം അതുകൊണ്ട് സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഏതെങ്കിലും നിയോജകമണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പം അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നേക്കാം, അതല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ വന്നേക്കാം. അദ്ദേഹം ഇവരൊക്കെ കുറച്ച് ഇന്റലക്ച്വലായ നേതാവാണ് ഗോപാലകൃഷ്ണൻ. പിന്നെ ആദ്യ അവസാനം RSS തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നമ്മൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. സാധ്യതയുണ്ട്. ബി.ജെ.പി നമ്മൾ അങ്ങനെ വിചാരിക്കണം. ബി.ജെ.പി ആരും ആവാം, അത് ഫൈനലി മോൾന്ന് വരുന്ന തീരുമാനമല്ലേ, അവർക്ക് അതിനും ഗുണകരമാണ്. അല്ലെങ്കിൽ ഈ പുതിയ പയ്യന്മാരാരെങ്കിലും ആവാം, സന്ദീപ് വാര്യരോ വജസ്പതി, പറയാൻ പറ്റില്ല അവരെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന്. അത് മോളെന്നുള്ളൊരു തീരുമാനമായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുരളീധരൻ ഒരു സേ ഉണ്ടാവും അതിൽ. സുരേഷ് ഗോപി ആകാൻ സാധ്യമല്ല, കാരണം മൂപ്പർക്ക് എല്ലാം കൂടി ഇപ്പോൾ ഹെവി ആയിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പരാകാൻ സാധ്യത, അല്ലെങ്കിൽ മൂപ്പരെ നമുക്ക് അത് കൂട്ടത്തിൽ കൂട്ടായിരുന്നു. ഇനിയിപ്പോൾ പഴയ പ്രസിഡന്റുമാരാരെങ്കിലും ഇപ്പോൾ രമേശോ അല്ലെങ്കിൽ കൃഷ്ണദാസോ, പക്ഷേ ഇവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ മണ്ഡലങ്ങൾ കൊടുത്ത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയാൻ സാധ്യത എന്ന് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും. അതിൽ ശോഭ ആയിട്ടില്ല, ശോഭ വനിത നല്ലൊരു വോട്ട് ഗെറ്റർ എന്നൊക്കെ രീതിയിൽ അവർക്കൊരു സാധ്യതയുണ്ട് ഈ പറയുന്നത് പോലെ. ശോഭയ്ക്ക് ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് കഴിക്കാൻ കുതിരയ്ക്ക് മുമ്പ് കൊടുത്ത പോലെ ആവും. പിന്നെ ശോഭ സ്മൃതി ഇറാനി അല്ല, ശോഭ RSSനോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. സ്മൃതി ഇറാനീൻ്റെ പ്രശ്നമായിരുന്നു. സ്മൃതി ഇറാനി RSSനോട് വലിയ കണക്ഷനില്ലായിരുന്നു. അപ്പം ഗോപാലകൃഷ്ണനാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനാണ് ഗോപാലകൃഷ്ണൻ. അപ്പം പിന്നെ ശ്രീജമാഷുണ്ട്. ശ്രീജമാഷ് ഇപ്പം ഇത്ര സജീവമായിട്ട് നമ്മൾ മീഡിയയിലും കാണുന്നില്ലെങ്കിൽ പോലും വളരെ സംഘടന രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. അങ്ങനെ ഇവരാരെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ എറണാകുളത്തുള്ള അയാളുണ്ടല്ലോ, രാജശേഖരൻ അല്ല, ഉമ്മനല്ല, എറണാകുളത്തുള്ള സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുണ്ടല്ലോ ബി.ജെ.പിൻ്റെ, നന്ദകുമാർ അല്ലല്ല, അത് സംഘത്തിൻ്റെ ആൾ, ബി.ജെ.പിയിലുള്ള സംഘത്തിന് വളരെ വേണ്ടപ്പെട്ട എറണാകുളം സ്ഥാനാർത്ഥിയൊക്കെ മത്സരിച്ച് രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ, ഇവരാരെങ്കിലും ആവാം. അതിൽ RSSൻ്റെ സേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ ഏറ്റവും പറ്റിയ സമയത്ത് തന്നെയാണ്. ഏറ്റവും നല്ല വിജയിയായി തന്നെ സുരേന്ദ്രൻ മാറാൻ പറ്റും, ഏതെങ്കിലും മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന സംഘടനാ പ്രവർത്തനം നടത്താൻ അത്ര എളുപ്പമല്ല. അത് ബി.ജെ.പി ചെയ്യേണ്ടത് നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളെ, എന്നാൽ വളരെ സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഗോപാലകൃഷ്ണൻ, കാരണം ഗോപാലകൃഷ്ണൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും ഇൻ്റലക്ച്വലി സ്ട്രോങ്ങും അടിമുടി RSSകാരനും, എന്നാൽ ആളുകളായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. പിന്നെ വേറെ അഴിമതി അങ്ങനെ മറ്റ് ആരോപണങ്ങളൊന്നും ഗോപാലകൃഷ്ണൻ കേൾപ്പിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് സുരേന്ദ്രൻ ഇന്നിങ്ങനെ തുറന്നു പറഞ്ഞു. ഇനി അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞാൽ ആരാകുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.